ഞാൻ ഡോക്ടർ ജെയ്സി തോമസ്, പാല മാർസ്ലിവ മെഡിസിറ്റിയിൽ പൾമണറി മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് പല രൂപങ്ങളിലും ആകർഷകമായ നിറങ്ങളിലും ആസ്വാദ്യകരമായ മണങ്ങളിലും നമ്മുടെ യുവാക്കളുടെയും സമൂഹത്തിന്റെ ഇടയിൽ പടർന്നു കയറുന്ന വിഷകരമായ പുകയില എന്ന ഒരു വിഷപദാർത്ഥത്തെക്കുറിച്ച്, അതിന്റെ പുകയില ഇൻഡസ്ട്രി, അവരുണ്ടാക്കുന്ന ലാഭവും അതിന്റെ യഥാർത്ഥ മുഖംമൂടി മാറ്റുക, അതിന്റെ വിപത്തുകൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കാനാണ് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ഈ വർഷം ആചരിക്കുന്നത്. പുകയിലയുടെ ദൂഷ്യവശങ്ങൾ നൂറ്റാണ്ടുകളായി നമ്മൾ കേട്ടതും പഠിക്കുന്നതും അറിയുന്നതുമാണ്. എന്നിട്ടും ഇന്ന് സ്കൂൾ കുട്ടികളുടെ തലം മുതൽ എല്ലാവരിലും ഇത് നിലനിൽക്കുന്നു, ഇന്നും ഇതിന് അടിമകളാകുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും ലഹരി പിടിപ്പിക്കുന്ന നിക്കോട്ടിൻ എന്ന അഡിക്റ്റീവ് വസ്തു നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും തലച്ചോറിനെയും ഓരോ കോശങ്ങളെയും നശിപ്പിക്കുകയും പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന 4000-ലധികം കെമിക്കൽസ്, ഇതിൽ പലതും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ ഏകദേശം 8 ദശലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും പുകയില മൂലമുള്ള രോഗങ്ങളാൽ മരണപ്പെടുന്നുണ്ട്. കൂടാതെ 1.5 ദശലക്ഷത്തോളം ആളുകൾ അവർ ഡയറക്റ്റ് പുക വലിച്ചില്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, മറ്റുള്ളവർ വലിക്കുന്ന പുകയിലയുടെ ഇഫക്റ്റ് മൂലം മരണപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇതിനെതിരെ ഒരു ദിവസത്തെ ബോധവൽക്കരണമല്ല, എന്നും ഇതിനെതിരെയുള്ള ഒരു വിപ്ലവം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. പേരുകൾ മാറിയാലും ഈ സിഗരറ്റ്, വേപ്പിംഗ് പല രൂപത്തിൽ ഇന്ന് ഇത് അവൈലബിൾ ആണ് കുട്ടികളുടെ ഇടയിൽ. പേരുകൾ എന്തൊക്കെയായാലും ഇതിന്റെ ദൂഷ്യവശങ്ങൾ ബോധവൽക്കരിക്കുകയും ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ തീർച്ചയായും ഈ ലഹരിക്കെതിരെ, പുകയിലക്കെതിരെയുള്ള ഒരു വിപ്ലവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആരോഗ്യമുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ മെയ് 31 നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. താങ്ക് യു.